ഈ ഇന്ത്യൻ CAG ഉണ്ടായിരുന്നു അന്ന്. ഇന്ത്യൻ CAG എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ടീം. പ്രശാന്ത് കിഷോറിൻ്റെ ടീം നമ്മളെ അവരായിരുന്നല്ലോ ചായ് പേ ചർച്ച ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെ. പ്രശാന്ത് കിഷോറിൻ്റെ ടീം നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ അവരുടെ ചാപ്റ്റർ ഹെഡാക്കി, കേരളത്തിൻ്റെ ചാപ്റ്റർ ഹെഡാക്കി. അന്ന് ചായ് പേ ചർച്ചയുടെ മുഴുവൻ ചാർജ് എനിക്കായിരുന്നു. കേരളത്തിനകത്ത് മുഴുവൻ എത്ര ചായക്കടയുണ്ട്, എവിടെ എന്താണ് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അത് വലിയൊരു അവസരം തന്നെയായിരുന്നു. അത് അവരുടെ ഫുൾ എക്സിക്യൂഷൻ, പ്രശാന്ത് കിഷോറിൻ്റെ ടീമിൻ്റെ ഫുൾ എക്സിക്യൂഷൻ കേരളത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ കുറേ പ്രോഗ്രാംസ് അല്ലാതെയും ചെയ്തു. ഇപ്പോൾ നമോ രഥം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം എക്സ്ട്രാ നമ്മൾ ചെയ്തു. അവരുടെ പ്രോഗ്രാം അല്ലാണ്ട് തന്നെ അവരുടെ പേരിൽ നമ്മൾ തന്നെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് വൻ ഹിറ്റായി തിരുവനന്തപുരം. അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഓരാജേട്ടൻ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. ഗംഭീര പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. അതിനുശേഷം നിങ്ങൾ ഉത്തരവാദിത്തത്തിലേക്കൊന്നും വന്നില്ല? എന്നിട്ടും അതിന് ഞാൻ സ്വദേശി ജാഗരണം എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സ്റ്റേറ്റ് കൺവീനർ ആയിരുന്നു. പിന്നെ 2016 ആയപ്പോൾ ഞാൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിൽ. അന്ന് അദ്ദേഹം അന്ന് NDAയുടെ വൈസ് ചെയർമാൻ ആവുന്ന സമയം. കർണാടക. അതെ. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ NDA വൈസ് ചെയർമാനാണ്. ആ സമയത്ത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതെ. അന്ന് നിങ്ങളെ അപ്പോൾ ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെ ഹാൻഡിൽ ചെയ്തിരുന്നത്. 2016 to 19 കേരള ഓഫീസ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും പൊളിറ്റിക്സിൽ ആ ഒരു പൊസിഷനിങ്ങിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മാറി ബാക്കി അല്ലാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. കുറേ എല്ലായിടത്തും യാത്ര ചെയ്യുക. അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക. ആ ഒരു തലത്തിലേക്ക് ആ സാധനം പോയി. പിന്നെ എനിക്ക് ആ സമയത്തൊരു ജോലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാലറിയും കിട്ടിയ സാലറിയുടെ ആയിരുന്നു. ഒരു 2022 ഞാൻ വീണ്ടും കുറച്ചുകൂടി ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൽ ഇവിടെയാണ്. അതിനകത്തൊരു റീ എൻട്രി, ഞാൻ വേറൊരു തലത്തിലേക്ക് തിരിച്ച് വീണ്ടും ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് ഞാനായിട്ട് കടന്നു വരുന്നു. അതുവരെ ഞാൻ ബാക്ക് എൻഡിൽ കുറേ കാര്യങ്ങൾ. ഹിന്ദു സമ്മേളനത്തിൽ എന്ത് റോളുണ്ടായിരുന്നു? ഞാനായിരുന്നു ജനറൽ കൺവീനർ. വിവേക് അഗ്നിഹോത്രിയൊക്കെ വന്ന് നമ്മുടെ PC ജോർജ് അറസ്റ്റായ ആ വിഷയം ഉണ്ടായിരുന്നല്ലോ. ആ സംഭവത്തിന് അതിൻ്റെ മുഴുവൻ ഒരു ഡിസൈനിങ് കംപ്ലീറ്റ്ലി എൻ്റെ തലയ്ക്കകത്തോടി എന്നുള്ളതാണത്. ചാനൽ ചർച്ചകളിലേക്ക് വരുന്നത് ഈ അനന്തപുരി ഹിന്ദു സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ മീഡിയ വലുതായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. നമ്മളൊരു ലൈം ലൈറ്റിലേക്ക് കയറി വരുന്നത്. ഇപ്പോൾ വിവേക് അഗ്നിഹോത്രി വരുന്നു. അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ കശ്മീർ ഫയൽസിൻ്റെ കേരളത്തിലെ വിജയത്തിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്ന ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് മീഡിയ എന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഒരു കാലഘട്ടത്തിൽ വെച്ചാൽ 23-24 ആ ഒരു പീരീഡിൽ ഞാൻ ചർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഞാൻ വേറൊരു പ്രോഗ്രാം എടുക്കില്ല എന്ന് പറയുന്നത്. ഒരു 3 മണിയോടുകൂടി നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നീട് നമ്മൾ ആ വിഷയം ആഴത്തിൽ പഠിച്ചിട്ട് ആണ് ഞാൻ വിഷയത്തിന് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് അത് പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം നമ്മൾ അങ്ങനെ നമ്മളൊരു ചാനൽ ചർച്ചാ ജീവിയായി മാത്രം നമ്മൾ മാറുന്ന സാഹചര്യം ഉണ്ട്. അതെനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക പ്രവർത്തനം നടത്തണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ എന്നിട്ട് ഞാനത് ഒരുപാട് കാലം മാനേജ് ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ചിട്ട്. കാരണം പിന്നീട് ഞാനത് പഠിച്ചില്ലെങ്കിലും, അത്ര ആഴത്തിൽ പഠിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഡിബേറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സ്കില്ല് എനിക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെവലപ്പ് ആവുമല്ലോ. ഒരു റഫ് നോളജ് എല്ലാ വിഷയത്തെ കുറിച്ചിട്ടും ഉണ്ട്. ഏത് വർഷം വരെ ഇത് തുടർന്നു? ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. ഇപ്പോഴും പാനലിസ്റ്റാണ്? ഇപ്പോഴും പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇലക്ഷൻ ആയതുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെയും ഞാൻ പാനലിസ്റ്റ്. എന്താണ് ഔദ്യോഗിക പദവിയുണ്ടോ ഇപ്പം? ഇന്റലക്ച്വൽ സെല്ലിന്റെ ചുമതല, ഭൗതിക സെല്ലിന്റെ ചുമതല. പഴയ ശംഖുവിനോടൊപ്പം ഉള്ള പദവി. അതെ. ശംഖു മാറിയല്ലോ, ഇപ്പം ഞാൻ തന്നെയാണ്.